നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് പൂരാടം നക്ഷത്രക്കാരുടെ ഓഗസ്റ്റ് മാസ ഫലമാണ്. വേദജ്യോതിഷം അനുസരിച്ച് ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ സവിശേഷതകളും ഓരോ മാസത്തിലെ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായ ഫലങ്ങളൊക്കെ ഉണ്ടാകും. പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2025 ഓഗസ്റ്റ് മാസം നിരവധി പ്രധാന ജ്യോതിഷ സംഭവങ്ങൾക്ക് ശ്രദ്ധേയമാണ്. ആദ്യ പകുതിയിൽ ആശയവിനിമയത്തിനും തീരുമാനങ്ങളുടെ ശ്രദ്ധയും ക്ഷമയും ആവശ്യമാണ്. കാരണം ഓഗസ്റ്റ് 11 ബുധൻ്റെ നേർരേഖ സഞ്ചാരം ആരംഭിക്കുന്നതോടെ കാര്യങ്ങളിൽ വ്യക്തതയൊക്കെ വരുന്നതുമാണ്. വ്യാഴനും ശുക്രനും ഒരുമിക്കുന്നതിനാൽ സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾക്കും പുതിയ വരുമാന മാർഗങ്ങൾക്കും സാധ്യത പറയപ്പെടുന്നുണ്ട്. പ്രണയബന്ധങ്ങൾക്കും ദാമ്പത്യത്തിലുള്ള ആഴത്തിലെ ബന്ധത്തിനും അടുപ്പത്തിനും സന്തോഷകരമായ നിമിഷങ്ങൾക്കും ഈ മാസം സാധ്യതയുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് കൂടുതലായി നമുക്ക് നോക്കാം. പൂരാടം നക്ഷത്രം 27 നക്ഷത്രങ്ങളിൽ 20ാമത്തേതാണ്. ഇതിൻ്റെ 4 പാദങ്ങളും ധനുരാശിയിലാണ് വരുന്നത്. ഇത് സാഹസികവും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതുമായ ഒരു സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശുക്രനാണ് പൂരാടം നക്ഷത്രത്തിൻ്റെ അധിപഗ്രഹം. ഈ ഗ്രഹസ്വാധീനം പൂരാടം നക്ഷത്രക്കാരെ സർഗാത്മകരും ജനപ്രിയരുമാക്കുന്നുണ്ട്. ആകർഷമായ രൂപവും ഇമ്പമാർന്ന സംഭാഷണ രീതിയും ഇവരുടെ പ്രധാന സവിശേഷതകളിലൊന്നാണ്. ബുദ്ധിശക്തി, ഊർജ്ജസ്വലത, ഉത്സാഹം, ശുഭാപ്തി വിശ്വാസം എന്നിവയും ഇവരുടെ പ്രധാന ഗുണങ്ങളിലൊന്നാണ്. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള അസാധാരണമായ കഴിവുമുണ്ട്. എടുത്തുചാട്ടക്കാരും തർക്കപ്രിയരുമാകാനുള്ള സാധ്യതയും ഈ നക്ഷത്രക്കാർക്കുണ്ട്. സ്വന്തമായി തീരുമാനമെടുക്കാൻ പലപ്പോഴും മടി കാണിക്കുമെങ്കിലും പ്രകോപിപ്പിക്കപ്പെട്ടാൽ ആലോചിക്കാതെ തീരുമാനമെടുക്കാൻ സാധ്യതയുള്ളവരാണ്. ജന്മാഷ്ടമി വരുന്നത് 2025 ഓഗസ്റ്റ് 15-16 തീയതികളിലാണ്. ഗണേശ ചതുർത്ഥി ഓഗസ്റ്റ് 27. 2025 ഓഗസ്റ്റ് 18 പുലർച്ചെ ബുധൻ, ശുക്രൻ, വ്യാഴം, ചന്ദ്രൻ എന്നിവ ഒരുമിച്ച് ദൃശ്യമാകുന്ന മനോഹരമായൊരു കാഴ്ചയൊക്കെ ഉണ്ടാകും. യുറാനസ്, ശനി, നെപ്റ്റ്യൂൺ എന്നിവയും ദൃശ്യമാകും. ഇത്തരം ഗ്രഹങ്ങളുടെ നിര ജ്യോതിഷപരമായ ശക്തമായ കൂട്ടായ ഊർജ്ജങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 17 സൂര്യൻ സ്വന്തം രാശിയായ ചിങ്ങത്തിലേക്ക് മടങ്ങി വരുന്നത് പൂരാടം നക്ഷത്രക്കാർക്ക് 9ാം ഭാവത്തിൽ ഭാഗ്യം, ഉന്നത കാര്യങ്ങളിലെ വിജയം, വലിയ അനുകൂല ഫലങ്ങൾ ഇവയൊക്കെ നൽകുമെന്നാണ് പറയുന്നത്. അതേസമയം ശനി മീനൻ രാശിയിൽ വക്രഗതിയിൽ തുടരുന്നത് 4ാം ഭാവത്തിൽ ഗാർഹിക കാര്യങ്ങളിലെ സ്വത്ത് സംബന്ധമായ വിഷയങ്ങളിലോ ക്ഷമയും ശ്രദ്ധയും ആവശ്യമാണെന്നതിനോട് സൂചിപ്പിക്കുന്നുണ്ട്. ചൊവ്വയുടെ തുലാം രാശി പ്രവേശനം ബന്ധങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ടെന്ന് പറയുന്നു. പൂരാടം നക്ഷത്രക്കാരുടെ ഓഗസ്റ്റ് മാസത്തെ വിശദമായ ഫലങ്ങൾ നോക്കുമ്പോൾ തൊഴിൽ മേഖല. പൂരാടം നക്ഷത്രക്കാർക്ക് ഡോക്ടർമാർ, വിൽപ്പനക്കാർ, അധ്യാപകർ, ബാങ്ക് ഉദ്യോഗസ്ഥർ തുടങ്ങിയ മേഖലകളിൽ ശോഭിക്കാൻ കഴിയുന്നവരാണ്. പുതിയ ആശയങ്ങൾ നൽകാനും വെല്ലുവിളികൾ ഏറ്റെടുക്കാനും കഴിവുള്ളവരുമാണ്. ഓഗസ്റ്റ് മാസം തൊഴിൽ മേഖലയിൽ വളരെ അനുകൂലമായ പ്രവണതകളാണ് കാണിക്കുന്നത്. വർഷത്തിൻ്റെ അവസാന പകുതിയിൽ, അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ പകുതി വരെ തൊഴിൽ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യതയുണ്ട്. ഈ കാലയളവിൽ ഉൽപ്പാദനക്ഷമത വർദ്ധിക്കുകയും പുതിയ തൊഴിൽ സാധ്യതകൾ തുറന്നു കിട്ടുകയും ചെയ്യും. മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ തൊഴിൽപരമായ മുന്നേറ്റങ്ങൾക്കും ബിസിനസ് സംരംഭങ്ങൾക്കും വലിയ ഉത്തേജനവും പുതിയ അവസരങ്ങളും ലഭിക്കും. ബിസിനസ് തന്ത്രങ്ങൾ അന്തിമമാക്കാനും പുതിയ ആശയങ്ങളും ഉൽപ്പന്നങ്ങളും അവതരിപ്പിക്കാനും ഈ കാലയളവ് അനുയോജ്യമാണ്. വ്യാഴവും ശുക്രനും മിഥുനം രാശിയിൽ സംയോജിക്കുന്നത് വലിയ സാമ്പത്തിക വിജയവും വളർച്ചയും നിരവധി തൊഴിൽ അവസരങ്ങളും നൽകും. ധനകാര്യം, ബാങ്കിംഗ്, മാർക്കറ്റിംഗ്, മാധ്യമം, ഗതാഗതം, ആശയവിനിമയം, വിദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് നല്ല അംഗീകാരമൊക്കെ ലഭിക്കും. എന്നിരുന്നാലും ഓഗസ്റ്റ് 11 വരെ ബുധൻ്റെ വക്രഗതി കാരണം ജോലിയിലെ കൃത്യത ശ്രദ്ധിക്കുകയും ആശയവിനിമയം സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. പൂരാടം നക്ഷത്രക്കാർക്ക് കഠിനാധ്വാനം സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് നയിക്കും. അപ്രതീക്ഷിത വ്യക്തികളിൽ നിന്ന് സാമ്പത്തികവും വ്യക്തിപരവുമായ പിന്തുണ ലഭിക്കാനും സാധ്യത പറയുന്നുണ്ട്. ഈ ഓഗസ്റ്റ് മാസം സാമ്പത്തികമായി വലിയ അവസരങ്ങൾ നൽകുന്ന ഒരു സമയമാണ്. വ്യാഴവും ശുക്രനും മിഥുനം രാശിയിൽ സംയോജിക്കുന്നത് ധനുരാശിയുടെ 7ാം ഭാവത്തിൽ വലിയ വിജയവും സാമ്പത്തിക വളർച്ചയും കൊണ്ടുവരും. വിവിധ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടാൻ സാധ്യതയും ഗ്രഹങ്ങളുടെ സംയോജിത ശക്തി വളർച്ചയ്ക്കും സാമ്പത്തിക അഭിവൃദ്ധിക്കും വഴിയൊരുക്കും. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സാമ്പത്തിക നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ തുറന്നു കിട്ടും. ധനുരാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ സ്വാധീനം കാരണം ഓഗസ്റ്റിൽ വലിയ ഭാഗ്യ വിജയമൊക്കെ വരും. പുതിയ വരുമാന മാർഗങ്ങളും വരും. ശ്രദ്ധയോടെ വേണം ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ. ഓഗസ്റ്റ് മാസം വ്യാഴം ശുക്ര സംയോജനം പോലുള്ള ശക്തമായ ഗ്രഹസ്വാധീനം കാരണം സാമ്പത്തികമായി വലിയ അവസരങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ചിലവുകളും ആഡംബര വസ്തുക്കളുടെ ആഗ്രഹവും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. വലിയ ചിലവുകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം. പൂരാട നക്ഷത്രക്കാർക്ക് പങ്കാളിയുമായി നല്ല ബന്ധം പുലർത്താൻ കഴിയും. ദാമ്പത്യ ജീവിതം ആസ്വദിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വൈകിയുള്ള വിവാഹത്തിന് സാധ്യതയും പറയുന്നുണ്ട്. മാതാപിതാക്കൾ പങ്കാളിയുടെ വീട്ടുകാരുമായി കൂടുതൽ അടുപ്പം കാണിക്കും. ചിലപ്പോൾ പങ്കാളിയുമായി ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. സ്ത്രീ ജാതരാണെങ്കിൽ നല്ല വീട്ടമ്മമാരായിരിക്കും. പ്രായം കൂടുന്തോറും ഭർത്താവിനോടുള്ള സ്നേഹമൊക്കെ വർദ്ധിക്കും. സ്ഥിരമായ ബന്ധങ്ങൾ നിലനിർത്താൻ ചിലപ്പോൾ പ്രയാസമുണ്ടാകാം. ഓഗസ്റ്റ് മാസം പ്രണയബന്ധങ്ങളിൽ സമ്മിശ്രം എന്നാൽ പൊതുവെ അനുകൂലമായ ഫലങ്ങളുമാണ് എന്നുണ്ട്. വ്യാഴവും ശുക്രനും മിഥുനം രാശിയിൽ സംയോജിക്കുന്നത്, അതായത് ജൂലൈ 26 മുതൽ പ്രണയത്തിൽ 2ാം ഭാവത്തിലെ അവസരങ്ങൾ കൊണ്ടുവരും.
മുൻ കാമുകനുമായി വീണ്ടും ഒന്നിക്കാനോ നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകാനോ സാധ്യത പറയുന്നുണ്ട്. പ്രതിബദ്ധതയുള്ള ബന്ധങ്ങൾക്ക് ഈ കാലയളവ് പ്രത്യേകിച്ച് അനുകൂലമാണ്. അവിവാഹിതരായവർക്ക് തങ്ങളുടെ ആത്മസുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്. ഈ മാസം പ്രണയജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ കൊണ്ടുവരും. ഈ ഗ്രഹങ്ങളുടെ സംയോജിത ശക്തി പങ്കാളിയുമായി ബന്ധം ആഴത്തിലാക്കാൻ ആവശ്യമായ ഊർജ്ജമൊക്കെ നൽകും. എന്നിരുന്നാലും ചില വെല്ലുവിളികൾ ഈ മാസം നേരിടേണ്ടി വന്നേക്കാം. ഗ്രഹങ്ങളുടെ സ്വാധീനം കാരണം പെരുമാറ്റത്തിൽ അപ്രതീക്ഷിതമായ തീവ്രത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് പങ്കാളിക്ക് അസ്വാസ്ഥ്യമുണ്ടാക്കാം. ചൊവ്വ തുലാൻ രാശിയിൽ പ്രവേശിക്കുന്നത് ബന്ധങ്ങളിൽ വെല്ലുവിളികൾ കൊണ്ടുവരും. ഒരു വശത്ത് ശക്തമായ വ്യാഴ-ശുക്ര സംയോഗം ആഴത്തിലുള്ള ബന്ധങ്ങൾക്കും പുനഃസംഗമങ്ങൾക്കും പുതിയ പ്രണയത്തിനും വാഗ്ദാനം ചെയ്യുന്നു. ഇത് പൊതുവെ സന്തോഷകരമായ കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. മറുവശത്ത് ബുധൻ്റെ വക്രഗതി തുടക്കത്തിൽ തിടുക്കത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ മുന്നറിയിപ്പ് നൽകുകയും പഴയ പ്രശ്നങ്ങൾ വീണ്ടും ഉയർന്നു വരാനുള്ള സാധ്യതയും ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. പൂരാടം നക്ഷത്രക്കാർക്ക് മാതാപിതാക്കളിൽ നിന്ന് കാര്യമായ പ്രയോജനം ലഭിക്കുന്നില്ലെങ്കിലും സഹോദരങ്ങളിൽ നിന്ന് ലഭിക്കും. മാതാപിതാക്കളെക്കാൾ പങ്കാളിയുടെ വീട്ടുകാരുമായി കൂടുതൽ അടുപ്പം കാണിക്കും. സ്ത്രീ ജാതകരാണെങ്കിൽ നല്ല വീട്ടമ്മമാരാവും. എന്നാൽ കുട്ടികളിൽ നിന്ന് കാര്യമായ പ്രയോജനം ലഭിക്കില്ല. ഈ ഓഗസ്റ്റ് മാസം കുടുംബജീവിതത്തിൽ സമ്മിശ്ര ഫലങ്ങൾ നൽകും. ഓഗസ്റ്റ് മാസത്തിൽ കുടുംബജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ആവശ്യത കുടുംബ ബന്ധങ്ങൾ ദൃഢമാകാൻ സഹായിക്കുന്നതാണ്. ശുക്രൻ കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുന്നത് ബന്ധങ്ങളെ കൂടുതൽ ഊഷ്മളവും സുരക്ഷിതവുമാക്കും. എന്നിരുന്നാലും ചില വെല്ലുവിളികൾ ഈ മാസം നേരിടേണ്ടി വന്നേക്കാം. ശനി മീനൻ രാശിയിൽ തുടരുന്നത് ഗാർഹിക ജീവിതത്തിലോ സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിലോ വെല്ലുവിളികൾ കൊണ്ടുവരും. അതായത് തർക്കങ്ങളൊക്കെ ഉണ്ടാകാം. കർക്കിടകൻ രാശിയിലെ ബുധൻ്റെ വക്രഗതി പൊതുവെ വീടുമായി ബന്ധപ്പെട്ട ഭാവമാണ്. കുടുംബാംഗങ്ങളുമായി തെറ്റിദ്ധാരണകൾക്ക് കാരണമാക്കും. മാസത്തിൻ്റെ തുടക്കത്തിൽ ബുധൻ്റെ വക്രഗതി കാരണം കുടുംബകാര്യങ്ങളിൽ അതിലോലമായ സമീപനം ആവശ്യമാണ്. പണനിക്ഷേപങ്ങളെയും സമ്പാദ്യത്തെയും കുറിച്ച് കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്നത് സഹായിക്കുകയും ചെയ്യും. ഏകപക്ഷീയമായുള്ള തീരുമാനങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കും. അത് ശ്രദ്ധിക്കേണ്ടതാണ്. പുരുഷജാതരുടെ ആരോഗ്യം പുറമെ നല്ലതായി തോന്നുമെങ്കിലും ഉള്ളിൽ അത്ര നല്ലതായിരിക്കില്ല. ചെറിയ അസുഖങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും. പിന്നീട് ജീവിതത്തിൽ ചെറിയ ചികിത്സയില്ലാത്ത രോഗങ്ങൾ വരാനും സാധ്യതയുണ്ട്. സ്ത്രീജാതകരുടെ ആരോഗ്യം പൊതുവെ നല്ലതായിരിക്കും. എന്നാൽ ചെറിയ അസുഖങ്ങളും ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും തുടക്കമുള്ളതായി കാണപ്പെടുന്നുണ്ട്. ഓഗസ്റ്റ് മാസം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും ആവശ്യമുള്ളതാണ്. വർഷം മുന്നോട്ട് പോകുമ്പോൾ സമ്മർദ്ദം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഒക്ടോബറിന് ശേഷം രക്തസമ്മർദ്ദം കൂടുന്നത് തടയാൻ ശാന്തമായിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ഇവിടെ പറയുന്നുണ്ട്. സ്ഥിരമായ വ്യായാമം, പോഷക സമൃദ്ധമായ ഭക്ഷണം, ആരോഗ്യമായ ജീവിതശൈലി എന്നിവ പിന്തുടരുന്നത് വളരെ നല്ലതായിരിക്കും. ബുധൻ്റെ വക്രഗതി പൊതുവെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നതിനാൽ ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഈ മാസം ആവശ്യമായ വിശ്രമം എടുത്തില്ലെങ്കിൽ ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്നത്. മനസ്സിന് ഇടയ്ക്കിടെ വിശ്രമം ആവശ്യമാണ്. 2025 ഓഗസ്റ്റ് മാസത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ പൂരാടം നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമർപ്പണത്തോടുകൂടി പഠിക്കേണ്ടതുണ്ട്. മെയ് മാസത്തിന് ശേഷമുള്ള കാലയളവ് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ മികച്ച ഫലങ്ങളാണ് നൽകുന്നത്. സെപ്റ്റംബർ മാസം സർക്കാർ അല്ലെങ്കിൽ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. വർഷത്തിൻ്റെ അവസാന പകുതിയിൽ ഓഗസ്റ്റ് ഉൾപ്പെടെയുള്ള സമയമാണ് വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണിത്. വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സാങ്കേതിക മേഖലകൾ എന്നിവയിൽ നേട്ടങ്ങൾക്ക് ശക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. മത്സര പരീക്ഷകളിലോ നൈപുണ്യ അടിസ്ഥാനമാക്കിയുള്ള പരീക്ഷകളിലോ വിജയം നേടാൻ സാധ്യതയും ഇവിടെ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഓഗസ്റ്റ് 11 വരെ ബുധൻ്റെ വക്രഗതി ക്രിയാത്മകമായ തടസ്സങ്ങൾക്കോ ആശയക്കുഴപ്പങ്ങൾക്കോ ഒക്കെ കാരണമാക്കും. ബുധൻ്റെ വക്രഗതി താൽക്കാലികമായി ആശയവിനിമയത്തിലും പഠനത്തിലും ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കാം. ഈ കാലയളവ് സ്വയം വിലയിരുത്താനും പഴയ വിഷയങ്ങൾ പുനരവലോകനം ചെയ്യാനും ഉപയോഗിക്കും. ബുധൻ നേർരേഖയിലാകുന്നതോടെ പഠനത്തിൽ കൂടുതൽ വ്യക്തതയും മുന്നേറ്റമൊക്കെ ഉണ്ടാകും. വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും അനുകൂലമായ സ്വാധീനം ഉന്നത പഠനത്തിനും മത്സര പരീക്ഷകൾക്ക് സഹായിക്കും. മഹാലക്ഷ്മി ഭജനം, അന്നപൂർണേശ്വരി ഭജനം എന്നിവ പതിവാക്കുക. ഇത് സാമ്പത്തിക അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും സഹായിക്കും. പൂരാടം നക്ഷത്രവും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ ലക്ഷ്മി പൂജ നടത്തുന്നത് ഉത്തമമാണ്. പൂരാടം നക്ഷത്രവും വ്യാഴാഴ്ചയും ചേർന്ന് വരുമ്പോൾ വിഷ്ണുവിന് പൂജ നടത്തണം. ചന്ദ്രൻ, രാഹു, ശനി ദശകാലങ്ങളിൽ വിധിപ്രകാരമുള്ള ദോഷപരിഹാരങ്ങൾ ചെയ്യണം. ശുക്രൻ്റെ അനുകൂല സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന്, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിന് മഹാലക്ഷ്മിയെ ഭജിക്കുന്നത് ഉത്തമമാണ്. ശനിയുടെ വക്രഗതി മൂലമുണ്ടാകുന്ന ഗാർഹിക പ്രശ്നങ്ങളെയും തടസ്സങ്ങളെയും നേരിടാൻ ക്ഷേത്രങ്ങളിൽ സംഭാവന ചെയ്യുന്നത് നല്ലതാണ്. 2025 ഓഗസ്റ്റ് മാസം പൂരാട നക്ഷത്രക്കാർക്ക് വളരെയധികം സാധ്യതകളും ചില വെല്ലുവിളികളും നിറഞ്ഞൊരു സമയമാണ്. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ബുധൻ്റെ വക്രഗതി കാരണം ആശയവിനിമയത്തിലും തീരുമാനമെടുക്കുന്നതിലും ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമാണ്. എന്നാൽ ഓഗസ്റ്റ് 11 ശേഷം ബുധൻ നേർരേഖയിലൂടെയുള്ള സഞ്ചാരത്തിന് ശേഷം ഓഗസ്റ്റ് 17 സൂര്യൻ്റെ രാശിമാറ്റം, വ്യാഴം ശുക്ര സംയോഗം എന്നിവ തൊഴിൽ, സാമ്പത്തികം, പ്രണയം എന്നീ മേഖലകളിലെ വലിയ മുന്നേറ്റങ്ങൾക്ക് അവസരം നൽകും.
സാമ്പത്തികമായി പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തുറന്നു കിട്ടുമെങ്കിലും അനാവശ്യമായ ചെലവുകളും ഉയർന്ന അപകട സാധ്യതയുള്ള നിക്ഷേപങ്ങളും ഒഴിവാക്കണം. പ്രണയബന്ധങ്ങളിൽ ആഴത്തിലുള്ള അടുപ്പവും സന്തോഷവും ഉണ്ടാകുമെങ്കിലും തീവ്രമായ പെരുമാറ്റവും ആശയവിനിമയത്തിലെ പിഴവുകളും ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യണം. കുടുംബജീവിതത്തിൽ സ്നേഹവും ഐക്യവും ഒക്കെ നിലനിർത്താൻ സാധിക്കും. ശനിയുടെ സ്വാധീനം കാരണം ചില ഗാർഹിക വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. ആരോഗ്യകാര്യങ്ങളിൽ സമ്മർദ്ദം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ പതിവായ വ്യായാമം, പോഷകാഹാരം, ധ്യാനം എന്നിവയിലൂടെ ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗതിയും നൈപുണ്യ വികസനത്തിന് അവസരങ്ങൾ ലഭിക്കും. ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ സംയോജിത സ്വാധീനം പൂരാട നക്ഷത്രക്കാർക്ക് തങ്ങളുടെ ശക്തികളെ തിരിച്ചറിയാനും ദൗർബല്യങ്ങളിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നൽകുന്നു. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നത്, നിർദ്ദേശിച്ച ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നത് ചെയ്യുന്നത് മാസത്തെ വെല്ലുവിളികളെ അതിജീവിക്കാനും അനുകൂല ഫലങ്ങൾ നൽകാനും നിങ്ങളെ പ്രയോജനപ്പെടുത്തും.